മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലേക്കുള്ള ചിന്തകളിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്: അഭക്തിയോടുകൂടി ജീവിക്കുന്ന മനുഷ്യർ ദൈവത്തോട് അഭക്തി കാണിക്കുന്നു, എന്നാൽ അത് മനുഷ്യരോട് അത് അനീതിയാവുന്നു. ഇതിനെതിരായിട്ട് ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അതുപോലെ തന്നെ അറിയാവുന്ന ദൈവം അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. ഒരു ജനറൽ റെവലേഷൻ ഓഫ് ഗോഡ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ 20-ാം വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന്. ഫോർ ദ ഇൻവിസിബിൾ തിങ്സ് ഓഫ് ഹിം ഫ്രം ദ ക്രിയേഷൻ ഓഫ് ദ വേൾഡ് ആർ ക്ലിയർലി സീൻ, ബീയിങ് അണ്ടർസ്റ്റുഡ് ബൈ ദ തിങ്സ് ദാറ്റ് ആർ മെയ്ഡ്, ഈവൻ ഹിസ് എറ്റേണൽ പവർ ആൻഡ് ഗോഡ്ഹെഡ്, സോ ദാറ്റ് ദേ ആർ വിതൗട്ട് എക്സ്ക്യൂസ്. ഇവിടെ കാണുന്ന ഒരു ജനറൽ റെവലേഷൻ ഓഫ് ഗോഡ്, ദൈവം റിവീൽ ചെയ്ത് കൊടുക്കുന്ന, പ്രപഞ്ചത്തിലൂടെ ദൈവം റിവീൽ ചെയ്ത് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് വലിയൊരു ആശയമാണ്. കാരണം നമുക്കറിയാം, ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം അതിൻ്റെ പൂർണ്ണതയെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് സ്പെഷ്യൽ റെവലേഷൻ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയാണ്. എന്നാൽ ആദിമ കാലങ്ങളിലെ ഈ വർഷങ്ങൾ BC AD ഒക്കെ ഉണ്ടല്ലോ, ഈ BC ആദ്യത്തെ സമയങ്ങളിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലൂടെയാണ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. നമുക്ക് അറിയത്തില്ലേ, ഓരോ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുള്ള നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ദൈവം ഏതൊക്കെ രീതിയിലത് നമുക്ക് തന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഓരോ നിസ്സാരമായിട്ടൊരു എക്സാമ്പിൾ, രാവിലെ എഴുന്നേറ്റ് ആകാശത്തേക്ക് നോക്കിയാൽ പോലും, അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് ആകാശത്തെ നോക്കിയാൽ പോലും ഈ നക്ഷത്രങ്ങളെ, ഈ ഗ്രഹങ്ങളുമൊക്കെ ദൈവം എത്ര ആക്യുറേറ്റായിട്ടാണ് ദൈവം ഇത് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ദൈവത്തിൻ്റെ അദൃശ്യമായിട്ടുള്ള കരങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാവും. ഒരു നിസ്സാരമായ ഒരു ലാർവ, അത് പ്യൂപ്പ സ്റ്റേജിൽ ചെന്ന് അതൊരു ബട്ടർഫ്ലൈ ആയി മനോഹരമായിട്ട് പറക്കുന്നത്, അതൊക്കെ മനുഷ്യനെ കൊണ്ടൊന്നും ക്രിയേറ്റ് ചെയ്യാനോ ഉണ്ടാക്കാനോ പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ വലിയൊരു കരവിരുത് അതിൻ്റെ പുറകിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു ചെടി കിളിർത്ത് വരുന്നത്, അത് ആ കിളിർത്ത് വന്ന് അത് ഇലകളായിട്ട്, അല്ലെങ്കിൽ അത് വന്നിട്ട് മൊട്ടുകളായി പുഷ്പങ്ങളായി ഒക്കെ വരുന്നത്, നമ്മൾ പറയും ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ പോലും ദൈവത്തിൻ്റെ കരവിരുത് എല്ലാ ക്രിയേഷനകത്തും നമുക്ക് കാണാനായിട്ട് പറ്റും. മനുഷ്യന് വിചാരിച്ചാൽ ആർട്ടിഫിഷ്യലായിട്ട് പല കാര്യങ്ങളും നമുക്ക് ടിഷ്യൂ കൾച്ചർ വഴിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരാം, അതൊക്കെ ചെയ്തെന്ന് വരാം. എന്നാൽ ദൈവത്തിൻ്റെ ആ വലിയ പ്രവർത്തനം എല്ലാ മേഖലകളിലും അത്രയും മനോഹരമായി വരുന്നത് നമുക്ക് മനസ്സിലാവും. ഇപ്പം തന്നെ നമ്മൾ അവൻ്റെ ദിവ്യശക്തി, ഇതിനകത്ത് 3 കാര്യങ്ങളാണ് പറയുന്നത്. 1, അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ. 2, അവൻ്റെ നിത്യശക്തി. 3, ദിവ്യത്വം. അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ, നിത്യശക്തി, ദിവ്യത്വം, ഡിവൈൻ നേച്ചർ, എറ്റേണൽ പവർ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇതുകൊണ്ടാണ് ദൈവം നമ്മുടെ ബുദ്ധിക്ക് അവൻ്റെ പ്രവൃത്തികളാൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ച് നേരം ചിന്തിക്കും. നേരത്തെ പറഞ്ഞില്ലേ, ലോകം ഈ പലപ്പോഴും ബിഗ് ബാങ് തിയറി കൊണ്ടാണ് ഉണ്ടായത് എന്നൊക്കെ സയൻസ് പറയുമ്പോൾ, ശരിക്കും ഇത് പൊട്ടിത്തെറിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ വലിയ ഒരു കൈവിരുത് അതിലുണ്ട് എന്ന് മറന്നു പോകരുത്. കാരണം ഈ ശൂന്യതയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ പൊസിഷൻ, ഗ്രഹങ്ങളുടെ പൊസിഷൻ, ഭൂമിയുടെ ചൂട് തന്നെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കി. ഭൂമിക്ക് ഇതിലും വലിയ ചൂടായിരുന്നെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം തന്നെ ഗ്ലോബൽ വാർമിങ് വന്നിട്ട് മനുഷ്യർക്ക് അത് സഹിക്കാൻ വയ്യാത്ത രീതിയിൽ വരുന്നില്ലേ, ചൂട് വരുന്നില്ലേ? ദൈവം അത് ആ രീതിയിൽ കൺട്രോൾ ചെയ്തിരിക്കുകയല്ലേ? അത് മാത്രമല്ല, ഗ്രാവിറ്റി, ഭൂമിയുടെ ഗ്രാവിറ്റി ദൈവം കൺട്രോൾ ചെയ്തിരിക്കുകയല്ലേ? മനുഷ്യൻ്റെ ഇപ്പം ഗ്രാവിറ്റി കൂടുകയായിരുന്നെങ്കിൽ മനുഷ്യന് വലിപ്പം കുറച്ചും കൂടെ കുറഞ്ഞു വന്നേനെ. ഗ്രാവിറ്റി കുറവായിരുന്നെങ്കിൽ മനുഷ്യൻ്റെ വലിപ്പം കുറച്ചുകൂടെ വലുതായേനെ. എന്നാൽ ദൈവം ഇതൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ആ ഓർബിറ്റിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുകയാണ്. അതിനൊക്കെ അതിൻ്റെ പിന്നിലൊരു വലിയ രഹസ്യം ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇവിടെ ഒരു വേർഡ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമാണ്, അവൻ്റെ പ്രവർത്തികളാൽ എന്നാണ് മലയാളത്തിൽ പറഞ്ഞ്. അവൻ്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് വെളിവായി വരുന്നു. ഇംഗ്ലീഷിലെ
ബീങ് അണ്ടർസ്റ്റുഡ് ബൈ ദ തിങ്സ് ദാറ്റ് ആർ മെയ്ഡ്. തിങ്സ് ദാറ്റ് ആർ മെയ്ഡ് എന്നുള്ളൊരു വാക്കാണ് ഇംഗ്ലീഷിൽ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. തിങ്സ് ദാറ്റ് ആർ മെയ്ഡ്, ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ കാര്യങ്ങൾ പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഗ്രീക്കിൽ ഈ വേർഡിന് പൊയ്മ എന്ന് പറഞ്ഞൊരു വാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. തിങ്സ് ദാറ്റ് ആർ മെയ്ഡ്, ദൈവ സൃഷ്ടി. ക്രിയേഷൻ ഈസ് ദ, ഈ പൊയ്മ എന്ന് പറഞ്ഞ പൊയട്രി എന്നുള്ള വാക്ക് ഒക്കെ അതിൽ നിന്ന് വന്നാണ്. ക്രിയേഷൻ ഈസ് ദ പോയം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഒരു പാട്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പോയമാണ് ക്രിയേഷൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു ശൂന്യതയിൽ നിന്ന് ഒക്കെ ഇതില്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തിയ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ കാണിക്കുക എന്ന് പറയുന്നത്. പുതിയ നിയമത്തിലെ ഈ വാക്ക് രണ്ടിടത്തായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഈ പറഞ്ഞ ഭാഗത്ത് പൊയ്മ എന്ന് പറഞ്ഞൊരു വേർഡ് യൂസ് ചെയ്യുന്നു. എഫേസ്യർ 2:10 ഇങ്ങനെയാണ്, ഫോർ വി ആർ ഇസ് വർക്ക്മാൻഷിപ്പ്, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കായിട്ട് യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകും. ഫോർ വി ആർ ഇസ് വർക്ക്മാൻഷിപ്പ്, ഇവിടെ അവൻ്റെ കൈപ്പണിയായി എന്നുള്ള വേർഡ് പൊയ്മ എന്ന് പറഞ്ഞൊരു വേർഡാണ് വീണ്ടും യൂസ് ചെയ്തിരിക്കുന്നത്. വി ആർ ഇസ് വർക്ക്മാൻഷിപ്പ്. എന്തുകൊണ്ട്, എന്താണ് ഇവിടെ കാണുന്നത് എന്ന് പറഞ്ഞാൽ, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടു. ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവം വീണ്ടും നമുക്ക് ജനനം തന്നു. വി ആർ എ ന്യൂ ക്രിയേഷൻ. വി ആർ ഇസ് വർക്ക്മാൻഷിപ്പ്. എന്തിനു വേണ്ടിയാണ്? സൽപ്രവൃത്തിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. അപ്പോഴേ ദെയർ ഇസ് ആൻ ഒറിജിനൽ ക്രിയേഷൻ. ഒരു ഒറിജിനൽ ക്രിയേഷൻ ഉണ്ടായിരുന്നു, അവിടെ പൊയ്മ എന്നുള്ള വേർഡ് യൂസ് ചെയ്തു. റീബർത്ത് എന്ന് പറയുന്നിടത്തും പൊയ്മ എന്ന് പറഞ്ഞൊരു വേർഡ് യൂസ് ചെയ്തു. 2 പ്രാവശ്യം ആണ് ന്യൂ ടെസ്റ്റ്മെന്റിൽ ഈ വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് എടുത്ത് പറയാനായിട്ട് ഇത്തിരി കാരണങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത് എടുത്ത് പറഞ്ഞത്. ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം പറയുന്ന ഒരു കാര്യം യെശയ്യാപ്രവചനം 54:5 വാക്യം ഒന്ന് വായിക്കാം. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാവുന്നു അവൻ്റെ നാമം, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാവുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവ്വഭൂമിയുടെയും ദൈവമെന്ന് അവൻ വിളിക്കപ്പെടുന്നു. നിന്റെ സൃഷ്ടാവാണ്. ഐ ആം യുവർ ക്രിയേറ്റർ. ഐ ആം യുവർ ക്രിയേറ്റർ എന്ന് പറയുന്നു. 8 വാക്യത്തിലേക്ക് വരുമ്പോൾ അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളി ചെയ്യുന്നു. ഇവിടെയും ദൈവം 2 പോയം ഇസ്രായേലുമായിട്ട് ഉദ്ദേശിച്ച് പറയുന്നതായിട്ട് കാണുന്നു. 1, ഐ ആം യുവർ ക്രിയേറ്റർ, ഐ ആം യുവർ റിഡീമർ. നേരത്തെ നമ്മൾ പഠിച്ചതാണ് ദൈവത്തിൻ്റെ ക്രിയേഷൻ. നമ്മൾ ദൈവത്തിൻ്റെ ക്രിയേഷനാണ്. ദൈവം നമ്മളെ റിഡീം ചെയ്തു. നമ്മൾ അവൻ്റെ വർക്ക്മാൻഷിപ്പിൽ നമുക്കൊരു ന്യൂ ബർത്ത് തന്നു സൽപ്രവൃത്തിക്ക് വേണ്ടി. അതുപോലെ പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് ഇതുപോലെ തന്നെ ദൈവം സംസാരിച്ചിട്ടുണ്ട്. യെശയ്യാ 54:5 വാക്യത്തിൽ ഐ ആം യുവർ ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ 8 വാക്യത്തിൽ ഐ ആം യുവർ റിഡീമർ. 2 കാര്യങ്ങൾ ഓർക്കുക. ദർ ഇസ് 2 poems ഇവിടെ. ഇനിയും പുതിയ നിയമം വെളിപ്പാടിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെയും കാണാവുന്ന 2 poem കാണാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ, കർത്താവേ നീ സർവ്വം സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടം ഹേതുവായിൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിട്ടു. അതൊരു പോയമാണ്, നീ സകലത് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത്. അവിടെയും ഹീസ് എ ക്രിയേറ്റർ എന്ന് പറയുന്നു. ഇനി 2-ാമത്തെ പോയ 5-ാം അധ്യായത്തിൽ കാണാം, എന്താണ്? നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് നീ വിലയ്ക്ക് വാങ്ങി, നീ ഒരു റിഡീമറാണ് എന്ന് കാണാം. വെളിപ്പാട് പുസ്തകത്തിലെ ആത്മാക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് പാടുന്ന പാട്ട്. ഇത് വലിയൊരു മിസ്റ്ററി, ഒരു വലിയ മർമ്മമായിട്ട് ബൈബിൾ കാണുകയാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചു, ദൈവം നമ്മളെ വീണ്ടെടുത്തു. ഇസ്രായേലിനെ ദൈവം സൃഷ്ടിച്ചു, ദൈവം ഇസ്രായേലിനെ റിഡീം ചെയ്തു കാണുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നീ സകലതും സൃഷ്ടിച്ചു എന്ന് ആദ്യത്തെ പോയമായിട്ട് പറഞ്ഞ്, 2-ാമത് നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് നീ വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞ 2nd പോയം. ലോകത്തെ മുഴുവൻ, ഇത് വലിയൊരു മർമ്മമാണ് നമുക്ക് തരുന്നത്. ലോകത്തെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. ദൈവം ചെയ്തെങ്കിലേ ദൈവം അതിനോടൊപ്പം തന്നെ നമുക്കൊരു വീണ്ടെടുപ്പും തന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. 2 കവിത,
വൺ ഈസ് ക്രിയേഷൻ ആൻഡ് സെക്കൻഡ് ഈസ് റിഡംഷൻ. ക്രിയേഷൻ ആൻഡ് റിഡംഷൻ, ഈ രണ്ട് പോയം ദൈവം എഴുതിക്കൊണ്ടിരുന്നു. റോമറിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ കണ്ടു അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവൻ്റെ ആദർശ ലക്ഷണങ്ങൾ. അതുകൊണ്ട് അവൻ്റെ ശക്തി, അതുപോലെ തന്നെ ഡിവൈൻ പവർ, അതിനോട് തന്നെ ഡിവൈൻ നേച്ചർ, എറ്റേണൽ പവർ, ഇതെല്ലാം തന്നെ ആദ്യമേ തന്നെ വെളിപ്പെട്ടു വന്നു. സങ്കീർത്തനക്കാരൻ 19 സങ്കീർത്തനത്തിൽ പറയുന്ന ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭൂമിയിൽ എല്ലായിടവും അവൻ്റെ അളവ് നൂലും, ഭൂലത്തിൻ്റെ അറ്റത്തോളം അവൻ്റെ വചനം, അവിടെ സൂര്യനൊരു കൂടാരമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് എത്ര ഭംഗിയായിട്ട് ദൈവം അവതരിച്ചിരിക്കുന്നതാണ്. യെശയ്യാവ് 40:26 ഇതുണ്ട്. അതേ തന്നെ ഹെബ്രായറിലെ 1-ാം അധ്യായത്തിൽ പറയുന്നു, യേശുക്രിസ്തുവിലെ എല്ലാം കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നതായിട്ട് ഹെബ്രായർ 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ പറയുന്നു. ഞാൻ സമയക്കുറവ് കൊണ്ട് ഈ വാക്യങ്ങൾ വായിക്കുന്നില്ല, നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കുക. റോമർ 1:20 നമ്മൾ തിരിച്ചു വരുമ്പോഴേ, അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ ദേ ആർ വിത്തൗട്ട് എക്സ്ക്യൂസ്. കാരണം അവർ എന്നുവെച്ചാൽ ജെൻറ്റൈൽസ്, ജാതികളായിട്ടുള്ള ആളുകൾ, അവർക്കൊരു ജനറൽ റെവലേഷൻ ദൈവത്തിൻ്റെ കൊടുത്തു ത്രൂ നേച്ചർ. ഈ പ്രകൃതിയിൽ കൂടി ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യത്വവും ആദർശ ലക്ഷണങ്ങളും അവർക്ക് കൊടുത്തു. അത് അവർക്ക് പ്രതിവാദം ഇല്ലാതെ ഇരിക്കേണ്ടതിന് തന്നെ. അപ്പോസ്തലപ്രവൃത്തി 14 പൗലോസും ബർന്നബാസും കൂടി പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. അതിൽ 14-17 വാക്യത്തിൽ ഇങ്ങനെയാണ് അത് പറയുന്നത്. അത് ജനറലായിട്ട് ജാതികളെ ഉദ്ദേശിച്ച് അവരോട് സംസാരിക്കുമ്പോൾ പറയുന്നതാണ്. എങ്കിലും അവർ നന്മ ചെയ്ത് ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളെ നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്ത് പോകുന്നതിൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. അത് ദൈവം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ദൈവത്തെക്കുറിച്ചുള്ളൊരു സാക്ഷ്യമാണ്. തന്നെക്കുറിച്ച് സാക്ഷ്യം നിങ്ങൾക്ക് വെളിപ്പെടുത്താതിരുന്നിട്ടില്ല. അതുകൊണ്ട് ദൈവം ഇല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങൾ പല സമയങ്ങളിലായിട്ട് ഈ പ്രപഞ്ചത്തിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് എന്ന്. നേരത്തെ പറഞ്ഞ ഒരു പോയം പോലെ 2 കവിത ദൈവം നമുക്ക് വേണ്ടി എഴുതി രചിച്ചിട്ടുണ്ട്. നമ്മുടെ ക്രിയേഷൻ, അതുപോലെ നമ്മുടെ റിഡംഷൻ, ഈ 2 കവിത എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഒഴുകഴിവും നമുക്ക് പറയാൻ പറ്റത്തില്ല. സൃഷ്ടിയിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. നേരത്തെ അതെല്ലാം സംസാരിച്ചാണ്. സൃഷ്ടിയിലേക്ക് നോക്കൂ. ഓരോ പോയിൻറ്റുകൾ, ഓരോ ജീവജാലങ്ങളെയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പിന്നിലെ ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ കരവിരുതും അതിലെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾസ് എടുത്ത് നോക്കിയേ അതിലൊക്കെ കാണാൻ പറ്റും. അതെങ്ങനെ അത് വന്നു എന്ന് പലപ്പോഴും ഒരു അത്ഭുതം പോലെ പലപ്പോഴും അതിൻ്റെ പിന്നിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതൊക്കെ ദൈവത്തിൻ്റെ വലിയ കരവിരുതുകളാണ്. നമ്മുടെ ക്ലൈമറ്റിൻ്റെ കാര്യം തന്നെ നമ്മൾ ചിന്തിച്ച് നോക്കി, നമ്മുടെ സീസൺസിൻ്റെ കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കി, നമ്മുടെ പക്ഷികളുടെ കാര്യം ചിന്തിച്ച് നോക്കി, അനിമൽസിൻ്റെ കാര്യം ചിന്തിച്ച് നോക്കി, എല്ലാം ദൈവത്തിൻ്റെ ഒരു ക്രിയേഷനകത്ത് ദൈവത്തിൻ്റെ ആ വലിയ കരവിരുത് അതിലെല്ലാം കാണാനായിട്ട് പറ്റും. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന റെവലേഷൻ, ജനറൽ റെവലേഷൻ ഓഫ് ഗോഡ് ത്രൂ നേച്ചർ. ആൻഡ് രണ്ടാമതൊരു റെവലേഷൻ കൂടെ ഉണ്ട്. അത് സ്പെസിഫിക് റെവലേഷനാണ് ത്രൂ ബൈബിൾ. ഫുൾ റെവലേഷൻ ഓഫ് ഗോഡ് ഈസ് ത്രൂ ബൈബിൾ. ബൈബിളിൽ കൂടെയാണ് ഫുൾ റെവലേഷൻ വന്നത്. ബൈബിൾ എന്ന് പറയുന്നത് ഒരു മതഗ്രന്ഥമൊന്നുമല്ല. നമ്മൾ പലപ്പോഴും പറയും ഇതൊരു മതഗ്രന്ഥമാണ്, ക്രിസ്ത്യാനികൾ ഫോളോ ചെയ്യുന്നതാണ് ബൈബിളെന്ന് പലപ്പോഴും പറയും. ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. എന്തുകൊണ്ടാണ് ശരിയായിട്ടുള്ള കാര്യമല്ലാതെ? ക്രിസ്ത്യാനികളത് വായിക്കുന്നുണ്ട്, അത് ശരിയാണ്. കാരണം ഈ ക്രൈസ്റ്റ് ഫോളോ ചെയ്തൊരു മതം എന്ന് പറയുന്നതുകൊണ്ട് ക്രിസ്ത്യൻസ് എന്ന പേര് വന്നതുകൊണ്ടും അത് ക്രിസ്ത്യാനികൾക്കുള്ളതാണെന്നൊരു പഠിപ്പിക്കൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല. ബൈബിൾ എല്ലാവർക്കും ഉള്ള ദൈവത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള റെവലേഷനാണ്, പൂർണ്ണമായിട്ടുള്ളൊരു വെളിപ്പാടാണ്. ഫുൾ റെവലേഷൻ ഓഫ് ഗോഡ്, അതാണ് ബൈബിൾ. യേശുക്രിസ്തുവിൽ കൂടിയാണ് ദൈവത്തെ പൂർണ്ണമായിട്ട് ദൈവം വെളിപ്പെടുത്തി നമുക്ക് തന്നത്. കാരണം മിസ്റ്റിക്കായിട്ട് മനുഷ്യന് മനസ്സിലാകാത്ത ആത്മാവിൻ്റെ കാര്യങ്ങളെ ജഡീയ അവതാരത്തോടുകൂടി ഈ ലോകത്തിലേക്ക് കർത്താവ് വന്നതിൽ കൂടിയാണ് നമുക്ക് മനസ്സിലാക്കി തന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ഇന്നത്തെ എൻ്റെ ഈ എപ്പിസോഡ് സംഗ്രഹിക്കുകയാണ്. ഒരു കാര്യം എപ്പോഴും നമ്മൾ ചിന്തിക്കുക, ദൈവം നമുക്ക് റിവീൽ ചെയ്ത് തന്നിട്ടുണ്ട്.
ഈ ദൈവം റിവീൽ ചെയ്ത് തന്നിട്ടും ഈ ദൈവത്തെ അറിയാതെ അവൻ്റെ വഴികൾ വിട്ട് നന്ദികേട് കാണിച്ച് അവന് മഹത്വം കൊടുക്കാതെ ഇരിക്കുമ്പോൾ ദൈവത്തിന് പിന്നെ ദൈവത്തെ ന്യായം വിധിക്കാതിരിക്കാൻ പറ്റുകയില്ല. ദൈവം ശിക്ഷാവിധി കൊടുക്കും. കാരണം നീതിയുള്ളൊരു ദൈവമാണ്. നീതിയുള്ള ദൈവമാകുമ്പം ദൈവം പാപത്തെ സീരിയസ് ആയിട്ട് കണ്ട് അതിനെ ശിക്ഷിച്ചേ പറ്റുള്ളൂ. അതാണ് ദൈവം ശിക്ഷാവിധി കൊടുക്കുന്നത്. ആ അഭക്തി കൊണ്ട് ദൈവത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും അനീതിക്കും അഭക്തിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ട് വരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും എന്നെ കേൾക്കുന്നവരെ ഈ ദൈവകൽപ്പന വിട്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ തിരിച്ചു വരണമേ. ഈ കർത്താവിൽ നിങ്ങളുടെ ജീവിതം ആയിരിക്കണം. ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ദൈവം ഇല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നാളെ രാവിലെ എഴുന്നേറ്റ് ഇരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുകയും മാറ്റപ്പെടുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിൻ്റെ ജനറൽ റെവലേഷൻ നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന വിധങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. കർത്താവെ, നീ ഞങ്ങളെ ക്രിയേറ്റ് ചെയ്ത ദൈവം മാത്രമല്ല, നീ ഞങ്ങളെ റിഡീം ചെയ്ത ദൈവമാണ്. നീ ഞങ്ങൾക്ക് വേണ്ടി 2 പോയം എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ക്രിയേഷൻ ആൻഡ് റിഡംഷൻ. ഞങ്ങളെല്ലാം വീണ്ടെടുക്കാനായിട്ട് നിനക്ക് മനസ്സുണ്ടായ ദൈവമാണ്. യേശു ക്രിസ്തുവിൽ കൂടി അത് നീ സാധ്യമാക്കിയ ദൈവമായതുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. അത് ഞങ്ങൾ മനസ്സിലാക്കുകയും ആ വീണ്ടെടുപ്പ് ഞങ്ങളെ പ്രായോഗികമാക്കുകയും ചെയ്യാൻ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും കർത്താവെ, നീ പൂർണ്ണതയിൽ ഞങ്ങൾക്ക് എഴുതപ്പെട്ട ദൈവവചനത്തിൽ കൂടി നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എന്നാലത് ഏറ്റെടുപ്പാനായിട്ട് കർത്താവെ ഡൈവേർട്ട് ചെയ്തു പോയി അതിൽ നിന്ന് മാറിപ്പോയെന്ന് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ പ്രത്യേകിച്ച് ഇത് കണ്ട് രോഗികളായൊക്കെ ഇരിക്കുന്നവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു വ്യക്തി കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭർത്താവുമായിട്ട് പിണങ്ങി കർത്താവെ സെപ്പറേറ്റഡായിട്ട് ജീവിക്കുന്നു. കർത്താവെ, ഭർത്താവ് തിരിച്ചു വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദുർമാർഗങ്ങൾ വിട്ട് തിരിച്ചു വരുവാനായിട്ട് യേശുവിൻ്റെ നാമത്തിലെ കർത്താവെ ഞാൻ ഞങ്ങളെ ആ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയൊരു മിറക്കിൾ അവിടെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതായത് പിണങ്ങിപ്പോയ ഭർത്താവ് ദുർമാർഗമൊക്കെ വിട്ട് തിരിച്ചു വരുവാനായിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇടവരുത്തണമേ. പ്രത്യേകിച്ചും ആ വ്യക്തി കർത്താവിനെ അറിയുവാനായിട്ട് കർത്താവെ നീ ഈ ദിവസങ്ങളിൽ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ വെളിപ്പാടുകൾ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവമേ, ആ കുടുംബത്തെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന മാതാപിതാക്കൾ ഇത് ശ്രദ്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ജീവിതങ്ങളിൽ വലിയൊരു രൂപാന്തരം കൊടുക്കണമേ. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? ഇപ്പോൾ തന്നെ അവരുടെ മനസ്സ് മാറത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവരുടെ മനസ്സിലേക്ക് പ്രവർത്തിക്കും. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രിയ മാതാക്കൾ, കർത്താവെ, നീ അവിടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം കൊടുക്കുകയും ചെയ്യണം. കർത്താവെ, ഈ കുഞ്ഞുങ്ങളൊക്കെ യേശുവിനെ അറിയുവാനായിട്ട് കർത്താവെ ഈ ദിവസങ്ങൾ ഇടവരുത്തണം. അവിടെ വലിയ മാനസാന്തരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കലഹിക്കുകയും കർത്താവെ എതിര് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളോട് എതിർക്കുകയും കയർക്കുകയും ഒക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ അവിടെ വലിയൊരു സാക്ഷ്യം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ ദിവസങ്ങൾ കർത്താവെ നീ അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നവർക്ക് സ്തോത്രം. കലക്കത്തിൻ്റെ ആത്മാവിനെ മാറ്റണം. പൈശാചിക ശക്തികൾ അവരിൽ നിന്നും മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഞങ്ങളവരെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അതിൻ്റെ വിടുതൽ കൊടുക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.